ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വെൽക്കം ടു എസ് അക്കാഡമി. ഇന്ന് ഞാൻ സ്റ്റേറ്റ് സിലബസിന്റെ 10th ഫോർത്ത് ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. ചാപ്റ്റർ നെയിം ബണ്ടി. ओके, बंडी मनु भंडारी जी द्वारा लिखी हुई उपन्यास आपका बंडी का एक अंश है. മനു ഭണ്ഡാരി ജി എഴുതിയ ആപ്ക ബണ്ടി എന്ന ഉപന്യാസത്തിന്റെ ഒരു ഭാഗമാണ് ബണ്ടി എന്ന നാമത്തിൽ നിങ്ങൾക്ക് ഈ തന്നേക്കുന്ന ഈ പഠിക്കാനുള്ള ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് മനു ഭണ്ഡാരി ജിയെ കുറിച്ച്, ലേഖികയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പേജിൽ തന്നിട്ടുണ്ട്. അവരെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ്. അപ്പൊ നമുക്ക് ആദ്യം മനു ഭണ്ഡാരി ജിയെ കുറിച്ചൊന്ന് നോക്കാം, അതിനുശേഷം ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, मन्नू भंडारी, उनका जन्म 3 अप्रैल 1931 में मध्य प्रदेश के भानपुरा नगर में हुआ था. അവരുടെ ജനനം 1931 മധ്യപ്രദേശിലെ 1931 ഏപ്രിൽ 3-ാം തീയതി മധ്യപ്രദേശിലെ ഭാൻപുര നഗറിലാണ് അവരുടെ ജനനം. ആപ് ഹിന്ദി के आधुनिक कहानीकार और उपन्यासकार है. അവർ ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക് കഹാനിക്കാർ, സ്റ്റോറി റൈറ്ററും അതുപോലെ തന്നെ ഉപന്യാസകാരുമാണ്, നോവൽ റൈറ്ററുമാണ്. माँ बाप के विवाह संबंध के टूटने की त्रासदी में गुड़ रहे एक बच्चे को केंद्रित विषय बनाकर लिखे गए आपके उपन्यास है आपके बंडी. മാതാപിതാക്കളുടെ വിവാഹ ബന്ധം വേർപെടുന്നതിലുള്ള അല്ലെങ്കിൽ വിവാഹ ബന്ധം വേർപെട്ടതിന്റെ ആ ഒരു ട്രാജഡിയിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു കൊച്ചിനെ കേന്ദ്രീയ കഥാപാത്രമാക്കിക്കൊണ്ട് മനു ഭണ്ഡാരിജി എഴുതിയ ഉപന്യാസമാണ് ആപ്ക ബണ്ടി എന്ന ഉപന്യാസം. ഇത് ഹിന്ദി के സഫലതം ഉപന്യാസോं की श्रेणी में रखा जाता है. ഈ ഒരു ഉപന്യാസത്തിനെ ഹിന്ദി സാഹിത്യത്തിലെ വിജയകരമായിട്ടുള്ള ഉപന്യാസങ്ങളുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏക് പ്ലേറ്റ് സൈലാബ്, മേ ഹാർ ഗയി, യഹി സച്ച് ഹെ, ത്രിശങ്കു, ഈ 4 എണ്ണമാണ്. ഈ 4 രചനകളാണ് അവരുടെ കഹാനി സംഗ്രഹങ്ങളാണ് ഈ 4 രചനകളും. അതുപോലെ തന്നെ മനു ഭണ്ഡാരിജിയുടെ ഉപന്യാസങ്ങളാണ് മഹാഭോജ്, കൽവ. മനു ഭണ്ഡാരിജിയുടെ ഫിലിം പട്കഥയാണ് രജനീഗന്ധ, നിർമ്മല, ദർപ്പൺ. അവരുടെ നാടകങ്ങളാണ് ബിനാ ദിവാറോ കാ ഘർ, മഹാഭോജ്. മനു ഭണ്ഡാരിജിയുടെ ആത്മകഥയാണ് ഏക് കഹാനി യഹ് ഭി. ഇതാണ് അവരുടെ രചനകളെ കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻസ്. ഓക്കെ, 2008 में आप വ്യാസ് സമ്മാൻ സെ പുരസ്കൃത് हुई. 2008 അവർക്ക് വ്യാസ സമ്മാനം ലഭിച്ചിരുന്നു. ഓക്കെ, ഇതാണ് മനു ഭണ്ഡാരിജിയെ കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻസ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഇത് സൂചിപ്പിക്കുകയാണ്. മനു ഭണ്ഡാരിജിയുടെ ആപ്ക ബണ്ടി എന്ന ഉപന്യാസത്തിന്റെ ഒരു ഭാഗമാണ് ബണ്ടി എന്ന ഈ പാഠഭാഗം. ഓക്കെ, ഇതിലെ മുഖ്യ കഥാപാത്രമാണ് ബണ്ടി എന്ന ഈ കുഞ്ഞു പയ്യൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നോവൽ മുന്നോട്ട് പോകുന്നത്. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ के सामने बैठी तैयार हो रही है. മമ്മി ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിലായിട്ട് സാമനെ അടുത്ത് നിന്നുകൊണ്ട് റെഡി ആവുകയാണ്. തയ്യാർ ഹോ രഹി ഹെ, റെഡി ആവുകയാണ്. ബണ്ടി പീച്ചെ ഖടാ, ബണ്ടി പുറകിൽ നിന്നുകൊണ്ട് ചുപ്ചാപ്പ് ദേഖ് രഹാ ഹെ, ചുപ്ചാപ്പ്, ഒന്നും മിണ്ടാതെ നിശബ്ദനായി അത് നോക്കി നിൽക്കുകയാണ്. കണ്ടില്ലേ, അതിന്റെ ദൃശ്യമാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നിരിക്കുന്നത്. ബണ്ടിയുടെ അമ്മ ആ ഒരു ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലും മിററിന്റെ ഫ്രണ്ടിലായിട്ട് ഒരുങ്ങുന്നു, റെഡി ആകുന്നു പോകുന്നതിന് വേണ്ടിയിട്ട്. ബണ്ടി അതിന്റെ പുറകിൽ നിന്ന് നിശബ്ദനായി അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നു. മമ്മി ജബ് ഭി കോളേജ് ജാനെ കെ ലിയെ തയ്യാർ ഹോത്തി ഹെ, മമ്മി എപ്പോഴൊക്കെയാണോ കോളേജിലേക്ക് പോകുന്നതിന് വേണ്ടി റെഡി ആകുന്നത്, തയ്യാർ ഹോത്തി ഹെ, റെഡി ആകുന്നത്, ബണ്ടി ബഡെ കൗതൂഹൽ സെ ദേഖ്താ ഹെ, ബണ്ടി അത് വളരെയധികം കൗതുകത്തോടുകൂടി നോക്കി നിൽക്കാറുണ്ട്. ജാൻ തോ വഹ് ആജ് തക് നഹീ പായ पर उसे हमेशा लगता है कि ड्रेसिंग टेबल के इन रंग बिरंगी शीशियों में, छोटी बड़ी डिब्बियों में जरूर कोई जादू है. जान तो वह आज तक नहीं पाया, ഇതുവരെയും ഇത് അറിയാനേ സാധിച്ചിട്ടില്ല. പക്ഷേ പർ ഉസെ ഹമേഷ ലഗ്താ ഹെ, എപ്പോഴും അവന് തോന്നാറുണ്ട് कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में, ഈ ഡ്രസ്സിംഗ് ടേബിളിലെ ഈ രംഗ് ബിരംഗി ഷീഷ്യോം, അതായത് വർണ്ണക്കുപ്പികളിൽ, ശീശിയോമേ വർണ്ണക്കുപ്പികളിൽ, അല്ലെങ്കിൽ ചോട്ടി ബടി ഡിപ്പിയോമേ ഈ വലുതും ചെറുതുമായിട്ടുള്ള ഡപ്പകളിൽ, സറൂർ കൊയ് ജാദു ഹെ, എന്തോ ഒരു മാജിക്, സറൂർ തീർച്ചയായും ഒരു മാജിക്, ജാദു ഹെ, എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് ബണ്ടിക്ക് തോന്നാറുണ്ട്. കി മമ്മി ഇൻ സബ്കോ ലഗാനെ കെ ബാദ് എക്ദം ബദൽ ജാതി ഹെ, മമ്മി ഇതെല്ലാം ഇട്ടതിന് ശേഷം, ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ, ഇതെല്ലാം മുഖത്തൊക്കെ ഈ ഒരു കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം
ഏകദം ബദൽ ജാത്തി ഹെ. മൊത്തമായിട്ടും എന്റെ അമ്മ അങ്ങ് മാറിപ്പോവാണ് ചെയ്യുന്നത്. ബദൽ ജാത്തി ഹെ, മാറുകയാണ് ചെയ്യുന്നത്. कम से कम बंटी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और ही हो गई है. कम से कम ബണ്ടിക്ക് ഇടയ്ക്ക് തോന്നാറുള്ളത് എങ്ങനെയാണ്? കബി ऐसा भी लगता है, ചിലപ്പോ ഇങ്ങനെയും തോന്നാറുണ്ട് कि उसकी मम्मी अब उसकी नहीं रही, അവന്റെ അമ്മ ഇപ്പോ അവന്റേതല്ല, പകരം कोई और ही हो गई है, മറ്റാരോ ആയതുപോലെയാണ് ബണ്ടിക്ക് തോന്നാറുള്ളത്. അമ്മ കോളേജിലേക്ക് പോകാൻ വേണ്ടി കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് മാറുമ്പോഴത്തേക്കും ബണ്ടിക്ക് തോന്നുന്നത് അത് ബണ്ടിയുടെ അമ്മയല്ല, വേറെ ആരോ ആണെന്നുള്ള ഒരു തോന്നലാണ് ബണ്ടിയുടെ മനസ്സിൽ വന്നു ചേരുന്നത്. പൂരി തറ തയ്യാർ ഹോക്കർ, പൂർണ്ണമായിട്ടും റെഡി ആയതിനു ശേഷം ഹാത്ത് മേ പേഴ്സ് ലേക്കർ, കയ്യിൽ പേഴ്സ് എടുത്തുകൊണ്ട് മമ്മീനെ കഹ, മമ്മി പറഞ്ഞു, ദേഖോ ബേട്ടാ, നോക്കൂ മോനെ, ധൂപ് മേ ബാഹർ നഹി നിക്കൽന, ഹാ, ധൂപ്, വെയിലത്ത് പുറത്തോട്ടൊന്നും, ബാഹർ പുറത്തോട്ടൊന്നും ഇറങ്ങരുത് എന്ന് ബണ്ടിയോട് പറയും. ഫിർ ഫൂഫിക്കോ ആദേശ് ദിയ, ആദേശ് എന്ന് പറഞ്ഞ ഓർഡർ, ഫൂഫി എന്ന് പറഞ്ഞാൽ അമ്മായി കേട്ടോ. അമ്മായിക്ക് ഓർഡർ കൊടുക്കും. എന്തെന്നാ ഓർഡർ കൊടുക്കുന്നേ? ബണ്ടി ജോ ഖായേ, ബണ്ടി എന്താണോ കഴിക്കുന്നത്, വഹി ബനാന, അത് തന്നെ ഉണ്ടാക്കുക. ഏകദം ബണ്ടി കി മർസി കാ ഖാന, മൊത്തമായിട്ടും ഏകദം എന്ന് പറഞ്ഞാൽ ബണ്ടിയുടെ ആഗ്രഹത്തിനുള്ള ആഹാരം മാത്രം ഉണ്ടാക്കിയാൽ മതി. സംജി, മനസ്സിലായോ എന്ന് ഫൂഫിക്ക് ആര് ഓർഡർ കൊടുക്കും? മമ്മി ഓർഡർ കൊടുക്കും. അപ്പൊ ഫൂഫി എന്ന് പറയുന്നത് അവരുടെ വീട്ടു ജോലിക്കാരിയാവണം അല്ലെ. അതുകൊണ്ടല്ലേ അമ്മായിക്ക് ഇന്നതൊക്കെ തന്നെ ഉണ്ടാക്കി മോന് കൊടുക്കണം, മോന് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് ഫൂഫിയോട്, അമ്മായിയോട് ഓർഡർ ചെയ്യുകയാണ്. ചലനെ സെ പെഹലെ, പോകുന്നതിന് മുന്നേ അമ്മ മമ്മീനെ ഉസ്ക ഗാൽ ധബ്ദബായ, ഗാൽ എന്ന് പറഞ്ഞാൽ കവിൾ, ബണ്ടിയുടെ കവിൾ ഒന്ന് ധബ്ദബായ, തലോടും. ബാലോമേ ഉംഗലിയാം ഫസാക്കർ, മുടിയിഴകളിലേക്ക് ഉംഗലിയാം, വിരളോടിച്ചുകൊണ്ട്, ബഡെ പ്യാർ സെ ബാൽ ചിഞ്ചോർ ദിയ, ബഡെ പ്യാർ സെ, വളരെ സ്നേഹത്തോടു കൂടി ആ മുടികൾ എന്ത് ചെയ്യും? ചിഞ്ചോർ ദിയ എന്ന് വെച്ചാൽ ഒന്ന് പിടിച്ചുലയ്ക്കുക, ഇങ്ങനെ പിടിച്ചൊന്ന് ഉലയ്ക്കും. പർ ബണ്ടി ജैसे ബുദ്ധ് ബനാ ഖടാ രഹാ, ബണ്ടി ജैसे ബുദ്ധ്, ഏതോ ഒരു എന്താ പറയുക പ്രതിമ പോലെ അങ്ങനെ ഇങ്ങനെ തന്നെ ഖടാ രഹാ, ഇങ്ങനെ തന്നെ നിൽക്കും. ബാഹ് പക്കഡ്കർ ചൂലാ നഹി, ബാഹ് കൈകൾ പിടിച്ചുകൊണ്ട്, പക്കഡ്കർ പിടിച്ചുകൊണ്ട്, ചൂലാ നഹി കറങ്ങിയില്ല, കിസി ചീസ് കി ഫർമായിഷ് നഹി കി, എന്തെങ്കിലും ചീസ് തിങ്സിന് വേണമെന്നുള്ള നിർദ്ദേശവും, ഫർമായിഷ് നിർദ്ദേശവും കൊടുത്തിട്ടില്ല. അമ്മയോട് നിർദ്ദേശവും ഒന്നും പറഞ്ഞില്ല, ഇന്നത് വേണമെന്നോ ഒന്നും അമ്മയോട് പറഞ്ഞില്ല. മമ്മീനെ ഖീഞ്ച് കർ ഉസെ അപ്നെ പാസ് സട്ടാലിയ, മമ്മി എന്ത് ചെയ്തു? ബണ്ടിയെ ഖീഞ്ച് കർ, വലിച്ചുകൊണ്ട്, അപ്നെ പാസ് സട്ടാലിയ, അടുത്തോട്ട് ചേർത്ത് നിർത്തി. അമ്മ എങ്ങനെ? സട്ടാലിയ മത്ലബ് ചേർത്ത് നിർത്തി. അമ്മ ചേർത്ത് നിർത്തി ബണ്ടിയെ. പർ ഏകദം ചിപക്കർ ഭി, ഏകദം ചിപക്കർ, ഏകദം സത്യം പറഞ്ഞാൽ അങ്ങ് ചിപക്കർ, ഒട്ടിയതുപോലെ ഇങ്ങനെ അത്രത്തോളം ചേർത്ത് നിർത്തി ബണ്ടിയെ. ഫിർ ഭി ബണ്ടിക്കോ ലഗാ ജैसे മമ്മി ഉസ്സെ ബഹുത് ദൂർ ഹൈ, എന്നാൽ പോലും ബണ്ടിക്ക് തോന്നിയത് എങ്ങനെയാണ്? മമ്മി അവനിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്നാണ് ബണ്ടിക്ക് തോന്നിയത്. और फिर वे सचमुच ही दूर हो गया, അങ്ങനെ മകനെ ഒന്ന് ചേർത്ത് നിർത്തിയതിനു ശേഷം സത്യത്തിൽ, സച്ച്മുച്ച്, യഥാർത്ഥത്തിൽ അമ്മ എന്തായി? ദൂരേക്ക് മാറി, ദൂരേക്ക് പോയി. ഉനിക്ക് ചപ്പൽ കി ഖട്ഖട്ട്, അതായത് ചപ്പൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കേട്ടോ, ഖട്ഖട്ട് എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ ആ ഒരു ശബ്ദത്തിനെയാണ് ഖട്ഖട്ട് ശബ്ദം, അതിനെയാണ് പറയുന്നത്. ജബ് ബരാമത്തെ, വരാന്തയിലെ, സീഡിയാം സ്റ്റെപ്പുകളിൽ പഹുഞ്ചി, ഉൻകി ചപ്പൽ കി ഖട്ഖട്ട് ജബ് വരാന്തയ്ക്ക് സീഡിയോം പർ പഹുഞ്ചി, അമ്മയുടെ ആ ഒരു ചെരുപ്പിന്റെ ഖട്ഖട്ട് ശബ്ദം വരാന്തയുടെ ആ ഒരു സ്റ്റെപ്പുകളിലേക്ക് പഹുഞ്ചി, എത്തിയപ്പോഴത്തേക്കും അപ്പോ ബണ്ടി കമരയ്ക്ക് ദർവാസെ പർ ആക്കർ ഖട, ബണ്ടി എന്ത് ചെയ്തു? കമറ, റൂമിന്റെ ദർവാസെ, ഡോറിന്റെ അവിടെ വന്ന് നിന്ന്, അവിടെ ആക്കർ ഖട, അവിടെ വന്ന് നിന്നു. അമ്മയെ നോക്കുകയാണ്, ആ ഡോറിന്റെ അവിടെ വന്ന് നിന്ന്. അമ്മ ആ വരാന്തയുടെ ആ സ്റ്റെപ്പുകളിലേക്ക് എത്തുമ്പോ ബണ്ടി ഓടി ആ ഡോറിന്റെ അവിടെ വന്ന് നിന്ന് അമ്മയെ നോക്കുകയാണ്. ഖടാ ഹോ ഗയ. और മമ്മി ജബ് ഫാടക് ഖോൽക്കർ, ഫാടക് എന്ന് പറഞ്ഞ ഗേറ്റ് ആണ് കേട്ടോ, ഫാടക് ഖോൽന മാത്രം ഗേറ്റ് തുറക്കുക. മമ്മി ജബ് ഫാടക് ഖോൽക്കർ, മമ്മി എപ്പോഴാണോ ഫാടക ഗേറ്റ് തുറന്ന്, സടക് പാർ കർക്കെ, സടക് ക്രോസ് ചെയ്ത്, പാർ കർന മത്ലബ് ക്രോസ് ചെയ്യുക, റോഡ് ക്രോസ് ചെയ്ത്, കർക്കെ ടീക് സാമനെ ബനെ കോളേജ് മേ ഘുസി, കർക്കെ ടീക് സാമനെ, വീടിന് നേരെ ഓപ്പോസിറ്റ്, സാമനെ അടുത്ത് തന്നെ, ബനെ ആ നിർമ്മിച്ചിട്ടുള്ള ആ കോളേജിലേക്ക് ഖുസി കടന്നു.
അതിലേക്ക് കടന്നു. तो बंडी दौड़कर अपने घर के फाटक पर खड़ा हो गया. അമ്മ കോളേജിന്റെ ഗേറ്റ് തുറന്ന്, അതായത് കോളേജിലേക്ക് കടന്നപ്പോഴത്തേക്കും ബണ്ടി എന്ത് ചെയ്തു? ഓടി എന്താ പറയണേ, ആ ഡോറിന്റെ ദർവാസയിലായിരുന്നു, ഡോറിന്റെ അടുത്തായിരുന്നു ബണ്ടി നിന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ ആ കോളേജിലേക്ക് കടന്നപ്പോഴത്തേക്കും ബണ്ടി എന്ത് ചെയ്തു? നേരെ ഓടി ഫടക് പർ ഖടാ ഹോ ഗയാ, ഗേറ്റിലേക്ക് വന്ന് നിന്ന് അമ്മയെ തന്നെ നോക്കി നിന്നു. സിർഫ് ദൂർ ജാത്തി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ, ദൂരേക്ക് പോകുന്ന ആ മമ്മിയെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് ആ ഫാടക്, ആ ഗേറ്റിന്റെ അടുത്തേക്ക് ആര് വന്നു നിന്നത്? ബണ്ടി വന്നു നിന്നത്. വഹ് ജാൻതാ ഥാ, അവൻ അറിയാമായിരുന്നു. മമ്മി അബ് പീച്ചെ മുഡ്കർ നഹി ദേഖേങ്കി, മമ്മി പീച്ചെ മുഡ്കർ, തിരിഞ്ഞു നോക്കില്ല എന്ന്. ഇപ്പോൾ ഇനി അമ്മ തിരിഞ്ഞു നോക്കില്ല, പീച്ചെ മുഡ്കർ, തിരിഞ്ഞു നോക്കില്ല എന്ന് ആർക്കറിയാമായിരുന്നു? ബണ്ടിക്ക് അറിയാമായിരുന്നു. നപ്പേ തുലെ കദം രക്തി ഹുയി സീതി ചലത്തി ചലി ജായേഗി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് അമ്മ എന്ത് ചെയ്യും? ഡയറക്റ്റ് നേരെ തന്നെ നടന്ന് കോളേജിലേക്ക് കയറും. ജൈസെ ഹി അപ്നെ കമരേക്ക് സാമനെ പഹുഞ്ചേങ്കി, എങ്ങനെയാണോ അമ്മ നടന്ന് കോളേജിലെ സ്വന്തം റൂമിന്റെ അടുത്തെത്തുമ്പോ, സാമനെ പഹുഞ്ചേങ്കി, അടുത്തെത്തിച്ചേരുമ്പോ, ചപ്പരാസി, ചപ്പരാസി എന്ന് പറഞ്ഞാൽ പിയൂണിനെയാണ് ചപ്പരാസി എന്ന് പറയുന്നത് കേട്ടോ. ചപ്പരാസി സലാം ടൂക്ത, സലാം സല്യൂട്ട് ചെയ്തുകൊണ്ട്, ഹുവാ ദൗഡേങ്ക, ഓടി വരും. ആർച്ചി കുടായേങ്ക, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഓടി വരും. മമ്മി അന്തർ ഗുസേങ്കി, മമ്മി എന്ത് ചെയ്യും? അകത്തേക്ക് കടക്കും, ഡോറിന്റെ അടക്കത്തേക്ക് കിടക്കും അല്ലെ. സലാം, നമ്മുടെ പിയൂൺ എന്ത് ചെയ്യും? സലാം പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ഡോറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ, ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പൊ മമ്മി എന്ത് ചെയ്യും? ആ ഡോറ് അകത്തേക്ക് കിടക്കും, ആ റൂമിനകത്തേക്ക് കിടക്കും. ആർ ഏക് ബഡീസി മേസ്, അവിടെ എന്തുണ്ട്? ഒരു വലിയ മേശയുണ്ട്. മേസ് കെ പീച്ചെ രഖി കുർസി, മേശയുടെ പുറകിൽ എന്താണ്? ഒരു കസേര. പർ ബൈഠേങ്കി, ആ ഒരു കസേരയിൽ ആരിയിരിക്കും? അമ്മ ഇരിക്കും. മേസ് പർ ഠേർ സാരി ചിട്ടിയാ ഹെ, ആ മേശപ്പുറത്ത് ഠേർ സാരി, ഒരുപാട് ചിട്ടിയ, ചിട്ടിയ എന്ന് പറഞ്ഞ ലെറ്റേഴ്സിനെയാണ് ചിട്ടിയ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു മേശപ്പുറത്ത് നിറയെ ലെറ്റേഴ്സ് ഉണ്ടാകും. ഫയലേ ഹോഗി, ഫയലുകൾ ഉണ്ടാകും. ഉസ് സമയത്തക് മമ്മി ഏകദം ബദൽ ചുക്കി ഹോഗി, ആ സമയം ആകുമ്പോഴത്തേക്കും മമ്മി ഏകദം പൂർണ്ണമായിട്ടും ബദൽ ചുക്കി ഹോഗി, മാറിയിട്ടുണ്ടാകും. കംസെ കം ബണ്ടിക്കോ ഉസ് കുർസി പർ ബൈഠി മമ്മി കബി അച്ചി നഹി ലഗ്തി, ചിലപ്പോ, അതായത് ഉറപ്പായിട്ടും ബണ്ടിക്ക് ആ കസേരയിൽ ഇരിക്കുന്ന അമ്മയെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മാറിപ്പോകുന്നു അമ്മ സ്വന്തമായിട്ട്, അതായത് എപ്പോഴും ബിഹേവ് ചെയ്യുന്ന അമ്മയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മയാണ് പ്രിൻസിപ്പലിന്റെ ആ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബണ്ടിക്ക് ആ ഒരു ചെയറിൽ ഇരിക്കുന്ന ആ ഒരു അമ്മയെ ഒരിക്കലും നല്ലതായിട്ട് തോന്നിയിട്ടേ ഇല്ല, ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. पहले जब कभी उसकी छुट्टी होती, पहले जब कभी उसकी छुट्टी होगी, എപ്പോഴെങ്കിലുമൊക്കെ മുന്നേ ഇപ്പോ ബണ്ടിക്ക് ചുട്ടി, ലീവ് ഉള്ള സമയത്ത്, और मम्मी की नहीं होती, മമ്മിക്ക് ലീവ് ഇല്ല, പക്ഷെ ബണ്ടിക്ക് ലീവ് ഉള്ള സമയത്ത് മമ്മി ഉസേ ഭി അപ്നെ സാത്ത് കോളേജ് ലേ ജായ കർത്തി थी, മമ്മി എന്ത് ചെയ്യും? ബണ്ടിയും കൂടി സാത്ത്, കൂടെ കോളേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ലേ ജായ കർത്തി थी, കോളേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ചപ്പരാസി ഉസേ ദേഖ്തേ ഹി, ചപ്പരാസി പിയൂൺ ഉസേ ദേഖ്തേ ഹി, അവനെ കണ്ട ഉടനെ തന്നെ ഗോദ് മേ ഉഡാനാ ലഗ്താ തോ വഹ് ഹാത്ത് ചടക് ചടക് ദേത്ത, ഗോദിലേക്ക്, അതായത് മടിയിലേക്ക് എടുക്കാനായിട്ട്, അതായത് ബണ്ടിയെ കണ്ടതിനെ തന്നെ പിയൂൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആര് ഹാത്ത് ചടക് ദേത്ത, കൈയെ തട്ടി മാറ്റുമായിരുന്നു, ബണ്ടി കൈ തട്ടി മാറ്റുമായിരുന്നു. മമ്മിക്ക് കമരയ്ക്ക് ഏക് കോനേമേ, മമ്മിയുടെ ആ റൂമിന്റെ ഒരു കോണിലായിട്ട്, ഹി ഉസ്കെ ലിയെ ഏക് ചോട്ടി സി മേസ് കുർസി ലഗ്വാ ദീ ജാത്തി, അവന് വേണ്ടിയിട്ട്, ബണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മേശയും കസേരയും അവിടെയും ഇട്ടിട്ടുണ്ടാകും. ജിസ് പർ ബൈഠ് കർ വഹ് ഡ്രോയിങ് ബനായ കർത്ത, അതിൽ ഇരുന്നു കൊണ്ടാണ് ബണ്ടി എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ്, വരയ്ക്കുന്നത്. കമരെ ഡ്രോയിങ് ബനായ കർത്ത, അതായത് ഡ്രോയിങ്സ് എല്ലാം ചെയ്യുന്നത് ആ ഒരു ചെറിയ ടേബിളിലും ചെയറിലിരുന്ന് ആ ടേബിളിൽ വെച്ചിട്ടാണ് ബണ്ടി തന്റെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിരുന്നത്. കമരേമേ കൊയ് ബി ഗുസ്താ തോ ഏക് ബാർ ഹസി ലപേട്ട് കർ, കമരേമേ കൊയ് ബി ഗുസ്സ, ആ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ആര് ഗുസ്സ കയറിയാലും, ഏക് ബാർ ഹസി ലപേട്ട് കർ, ഒരു തവണ ഒന്ന് ചിരിച്ചിട്ട്, ആഖോ ഹി ആഖോ മേ ജറൂർ ഉസേ ദുൽരാ ദേത്ത, അവനെ ഒന്ന് കണ്ണോട് കണ്ണ് അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും. തബ് വഹ് മമ്മിക്ക് ഓർ ദേഖ്ത, എന്നിട്ട്
മമ്മിയെ നോക്കുമായിരുന്നു. पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता है. അതായത് पर उस कुर्सी पर बैठकर मम्मी का चेहरा, ആ കുർസിയിൽ ആ കസേരയിൽ ഇരിക്കുന്ന മമ്മിയുടെ ആ ഒരു ചെഹറ, ഫേസ് എന്ന് പറയുന്നത് അജീബ്, ഡിഫിക്കൽട്ട്, വളരെ വ്യത്യസ്തമായിട്ടാണ് ആർക്ക് തോന്നിയിട്ടുള്ളത്? ബണ്ടിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് എന്നും കാണുന്ന മമ്മിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മമ്മിയാണ് ബണ്ടി എവിടെ കാണുന്നത്? ആ ഒരു പ്രിൻസിപ്പലിന്റെ ചെയറിൽ കോളേജിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. लगता है मानो अपने असली चेहरे पर कोई दूसरा चेहरा लगा लिया है. लगता है തോന്നുന്നത് മാനോ മമ്മി എന്താണ് ചെയ്തിരിക്കുന്നത്? അസ്ലി ചെഹരെ പർ, ഒറിജിനൽ ചെഹര, ഒറിജിനൽ ഫേസിലേക്ക് കൊയ് ദൂസരി ചെഹര ലഗാ ലിയാ ഹെ, വേറെ ഏതോ ഒരു ഫേസ് എടുത്ത് വെച്ചതുപോലെയാണ് ആർക്ക് തോന്നുന്നത്? ബണ്ടിക്ക് തോന്നുന്നത്. മമ്മിക്ക് പാസ് ജറൂർ, മമ്മിക്ക് പാസ്, മമ്മിയുടെ കയ്യിൽ ജറൂർ, തീർച്ചയായും ഏക് ഓർ ചെഹര ഹെ, മറ്റൊരു ഫേസ് കൂടി ഉണ്ട്. ചെഹരാ ഹി നഹി, ആവാസ് ഭി കൈസി ജബ്ത് ഹോ ജാതി ഹെ. ചെഹരാ ഹി നഹി, ഫേസ് മാത്രമല്ല, ആവാസ്, അവരുടെ ആ ഒരു ശബ്ദവും കൂടി കൈസി സഖ്ത് ഹോത്തെ ഹെ, അതായത് ഭയങ്കര ഗാംഭീര്യത്തിലുള്ള ആ ഒരു ശബ്ദവും വേറെ ഒരു ശബ്ദമാണ്. ബോൾത്തി ഹെ തോ ലഗ്താ ഹെ ജൈസെ ഡാഡ് രഹി ഹെ, അമ്മയുടെ ആ ഒരു ഘനഗംഭീരമായിട്ടുള്ള ആ ഒരു ലൗഡ് നോയ്സ് കേൾക്കുമ്പോഴത്തേക്ക്, ആ ഒരു ആവാസ്, ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, മമ്മ ആ ഒരു ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ, തോ ലഗ്താ ഹെ, തോന്നുന്നത് ഡാട്ട് രഹി ഹെ, മമ്മി എന്ത് ചെയ്യാണ്? വഴക്ക് പറയുകയാണെന്ന് തോന്നും. ബണ്ടിക്കു മമ്മി ബഹുത് ഹി കം ഡാട്ടി ഹെ, ബണ്ടിയെ അമ്മ വളരെ കുറച്ച് മാത്രമേ വഴക്ക് പറയാറുള്ളൂ. ബസ് പ്യാർ കർത്തി ഹെ, സത്യം പറഞ്ഞ ബണ്ടിയെ അമ്മ കൂടുതലും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഇസിലിയെ യോം സഖ്ത് ചെഹര ഡാട്ടി പ്രിൻസിപ്പൽ की कुर्सी पर बैठी मम्मी उसे कभी अच्छी नहीं लगती थी. അതുകൊണ്ട് തന്നെ മമ്മി എപ്പോഴും ബണ്ടിയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? വഴക്കു പറയാറില്ല. അതുകൊണ്ടാണ് ഇത്രയും ഗാംഭീര്യമുള്ള, അതായത് ഭയങ്കര ദേഷ്യഭാവത്തോടു കൂടിയുള്ള അമ്മയുടെ ആ വഴക്ക് പറയുന്ന ഫേസ്, പ്രിൻസിപ്പലിന്റെ ആ ചെയറിൽ ഇരുന്നിട്ട് വഴക്ക് പറയുന്ന ആ ഒരു ഫേസിനെ മമ്മിക്ക് ബണ്ടിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനേ സാധിച്ചിട്ടില്ല. ബണ്ടിക്ക് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. वहां उसके और मम्मी के बीच में बहुत सारी चीजें आ जाती थी. വഹാം, ആ പ്രിൻസിപ്പലിന്റെ റൂമില് മമ്മിയുടെയും അതുപോലെ തന്നെ ബണ്ടിയുടെയും ഇടയില് ബഹുത് സാരി ചീസെ ആ ജാത്തി थी, ഒരുപാട് തിങ്സ് വരുമായിരുന്നു, വേറെ മറ്റു സാധനങ്ങൾ ഒരുപാട് അവരുടെ ഇടയിലേക്ക് എത്തുമായിരുന്നു. മമ്മിക്ക നക്ലി ചെഹറ, എന്തൊക്കെയാണ് എത്തുന്നത്? മമ്മിയുടെ ഡ്യൂപ്ലിക്കേറ്റ്, നക്ലി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫേസ്, മമ്മിയുടെ ഒറിജിനൽ ഫേസ് അതല്ല, അല്ലേ? ബണ്ടി കാണുന്ന എപ്പോഴും സ്നേഹിക്കുന്ന മമ്മിയുടെ ഫേസേ അല്ല കോളേജിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നേ മമ്മിയുടെ നക്ലി ചെഹറ, ഡ്യൂപ്ലിക്കേറ്റ് ഫേസ്. കോളേജ് കി ബഡി സി ബിൽഡിംഗ്, കോളേജിലെ ആ ഒരു വലിയ വലിയ ബിൽഡിങ്സുകൾ. കോളേജ് കി ഢേർ സാരി ലഡ്കിയാം, കോളേജിലെ ഒരുപാട് പെൺകുട്ടികൾ. കോളേജ് കെ ഢേർ സാരെ കാം, കോളേജിലെ ഒരുപാട് ജോലികൾ. തോടി തോടി ദേർമേം ബച്നെ വാലെ ഖണ്ഡേ, കുറച്ച് സമയങ്ങളുടെ ഇടയിൽ ബച്നെ വാലെ, അടിക്കുന്ന ആ ബെല്ലിന്റെ സൗണ്ട്. ഖണ്ഡ ബച്നെ പർ ഹോനെ വാലെ ഹൽച്ചൽ, ആ ബെല്ലടിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി എവിടെ കിടന്നുള്ള ആ ഒരു ബഹളം. ഹൽച്ചൽ മീൻസ് ബഹളം. ഇതെല്ലാം ഇൻ സബ്കെ ഏക് സിരെ പർ വഹ് രഹത്താ ഹെ, ഇതിന്റെ എല്ലാം ഇടയിലാണ് ഒരു സൈഡിലായിട്ട് ആരിയിരിക്കുന്നത്? ബണ്ടി ഇരിക്കുന്നത്. അതും എങ്ങനെ? ചുപ് ചാപ്പ്, ഒന്നും മിണ്ടാതെ ഇരിക്കും. സഹമാസ, ഏകദേശം അടുത്തായിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ, കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ ആരും ഉണ്ട്? അവർ ദൂസരെ പർ, മറ്റൊരു സൈഡിലായിട്ട് ആരുണ്ട്? മമ്മി രഹത്തി ഹെ, മമ്മി ഉണ്ടാകും. കിസിക്കോ ആദേശ് ദേത്തി, ചിലർക്കെല്ലാം ആദേശ്, ഓർഡർ കൊടുത്തുകൊണ്ട്. ആദേശ് ദേത്തി ഹുയി, ചിലർക്കെല്ലാം ഓർഡർ കൊടുത്തുകൊണ്ട്. ആദേശ് എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ് കേട്ടോ, ഓർഡർ കൊടുത്തുകൊണ്ട്. കിസിക്കെ സാത്ത് സലാഹ് മഷ്വറ കർത്തി ഹുയി, സലാഹ് മഷ്വറ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചിലർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിലോ കിസിക്കോ ഡാർത്തി ഹുയി, ചിലരെ ചിലപ്പോൾ വഴക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും അമ്മ ഇരിക്കുന്നത്. और इसीलिए उसने कॉलेज जाना छोड़ दिया, അങ്ങനെയുള്ള മമ്മിയെ കാണാൻ ആർക്ക് ഇഷ്ടമല്ല? ബണ്ടിക്ക് ഇഷ്ടമല്ല, അല്ലെ? അതുകൊണ്ട് ബണ്ടി എന്ത് ചെയ്തു? കോളേജിലേക്കുള്ള ആ ഒരു പോക്കങ്ങ് നിർത്തി. ചോड़ दिया, വിട്ടുകളഞ്ഞു. घर में चाहे वह अकेले रहा पर वह वहां नहीं जाता. घर में चाहे वह अकेला रहे, അതായത് घर में, വീട്ടിൽ ചാഹെ, ഇനി അഥവാ ഒറ്റയ്ക്ക് ആയി പോയാലും पर वहां नहीं जाता, എവിടേക്ക് പോകില്ലായിരുന്നു? ആ പ്രിൻസിപ്പലിന്റെ ഫേസ് ഉള്ള മമ്മിയുടെ ആ കോളേജിലേക്ക് ആര് പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല? ബണ്ടി പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നതുമില്ല. ബണ്ടി പിന്നെ പോക്കും അങ്ങ് നിർത്തിയല്ലേ, പിന്നെ കോളേജിലേക്കുള്ള പോക്ക് വരവ് അങ്ങ് നിർത്തി. വഹാ കിസ്കെ പാസ് ചായേ, അവിടെ ആരുടെ അടുത്താണ് പോകേണ്ടത്? വീട്ടിൽ വരുമ്പോഴുള്ള എന്റെ പൊന്നു മമ്മി, എന്നെ ഇഷ്ടപ്പെടുന്ന
ഏറ്റവും ഇഷ്ടപ്പെടുന്ന മമ്മിയാണോ കോളേജിലുള്ളത്? അല്ലല്ലേ? അതുകൊണ്ട് തന്നെ അപരിചിതരായിട്ടുള്ള ആൾക്കാരെയാണ് ബണ്ടി അവിടെ പോകുമ്പം കാണുന്നതായിട്ട് തോന്നുന്നത്, മമ്മിയെ പോലും. അതുകൊണ്ട് മമ്മി ആരുടെ അടുത്ത് പോവാനാണ്? ആരുമില്ലല്ലോ. അതുകൊണ്ട് ആരുടെ അടുത്ത് പോകാനാണ്? അതുകൊണ്ട് ബണ്ടി എന്ത് ചെയ്തു? കോളേജിൽ പോകുന്നത് അങ്ങ് നിർത്തലാക്കി. മമ്മി തോ വഹാ രഹത്തി നഹി, മമ്മി അവിടെ ഇല്ല, പിന്നെ ആരുടെ അടുത്താ ഞാൻ പോകേണ്ടത്? എന്റെ സ്നേഹനിധിയായ അമ്മയല്ലല്ലോ അവിടെ ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള അമ്മയല്ലേ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആരുടെ അടുത്ത് പോകാനാ? എന്റെ അമ്മ അവിടെ ഇല്ലല്ലോ എന്ന് ബണ്ടി പറയുകയാണ്. രഹത്തി ഹെ ബസ് ഏക് പ്രിൻസിപ്പൽ, അവിടെ ഉള്ളത് ആരാണ്? ഒരു പ്രിൻസിപ്പൾ മാത്രമാണ് അവിടെ ഉള്ളത്. ജിൻകെ ചാരോ ഓർ ബഹുത് സാരെ കാം, അവരുടെ നാല് സൈഡിലുമായിട്ട്, ചാരോ ഓർ നാല് സൈഡിലുമായിട്ട് ബഹുത് സാരെ കാം, ഒരുപാട് ജോലികൾ, ബഹുത് സാരെ ലോഗ്, ഒരുപാട് ആൾക്കാർ രഹത്തെ ഹെ, എല്ലാ ആൾക്കാരും ജോലികളും എല്ലാം നിറഞ്ഞ ഒരു പ്രിൻസിപ്പളിനെ മാത്രമാണ് ആ കോളേജിലേക്ക് പോകുമ്പോൾ ആർക്ക് കാണാൻ സാധിക്കുന്നത്? ബണ്ടിക്ക് കാണാൻ സാധിക്കുന്നത്. നഹി രഹത്താ ഹെ, അമ്മയുടെ അടുത്ത് ഇല്ലാത്തത് ആരാണ്? തോ കേവൽ ബണ്ടി, ബണ്ടി മാത്രമാണ് അമ്മയുടെ അടുത്ത് ഇല്ലാതായി പോകുന്നത്. ബാക്കി എല്ലാം ഉണ്ട്, ബണ്ടി മാത്രം കോളേജിൽ പോകുമ്പോഴത്തേക്കും അമ്മയുടെ അരികില് ഇല്ലാണ്ട് പോകുന്നു എന്നാണ് ബണ്ടി വളരെ വിഷമത്തോടു കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക, ഇത് മനു ഭണ്ഡാരിജിയുടെ ആപ്കാ ബണ്ടി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉപന്യാസത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. ഇതില് മാതാപിതാക്കളുടെ വിവാഹമോചനം ബന്ധപ്പെട്ടുള്ള ആ ഒരു ട്രാജഡിയിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ കേന്ദ്രീയ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു ഉപന്യാസം, ഒരു നോവലാണ് ആപ്കാ ബണ്ടി എന്ന നോവൽ. ആ നോവലിന്റെ ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് ഈ പാഠഭാഗമായിട്ട് നൽകിയിരിക്കുന്നത്. ഇതാണ് ബണ്ടി എന്നുള്ള ആ നോവലിലെ മുഖ്യ കഥാപാത്രം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലൂടെ ലേഖിക നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനും കൂടെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്, മാതാപിതാക്കൾ വേർപിരിയുന്നത് മൂലം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ, പിരിമുറുക്കങ്ങൾ, അതെല്ലാം ഭയങ്കര വിഷമമാർന്ന ഒരു സാഹചര്യമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നത്, അല്ലെ? അപ്പോൾ അമ്മ വേറെ, അച്ഛൻ വേറെ, രണ്ടുപേരുമായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്ന എന്താണ്? മാതാപിതാക്കളൊക്കെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത്, അല്ലെ? പക്ഷെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അനുഭവിക്കുന്ന ദുഃഖമാണ് ഇവിടെ ഈ ഒരു നോവലിലൂടെ ലേഖിക വരച്ചു കാട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു നോവൽ എല്ലാവർക്കും ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ, അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്ന മറ്റ് കൂട്ടുകാർക്കോ പരിചയമുള്ള മറ്റാൾക്കാർക്കോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.